അന്നഗ്രഹാരരാത്രിയിൽ തേരുവന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചെരാതും കൊണ്ടു നടന്നില്ലേ, തിരിയൂതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ ചെന്താർമിഴി. ഒന്ന് നിൽക്കൂ കുട്ടിയെ. മുത്തശ്ശന്റെ വിളിയാണ് സൂരജിനെ അവിടെ പിടിച്ചു നിർത്തിയത്. പിന്തിരിഞ്ഞു നോക്കിയ സൂരജിനെ നോക്കി മുത്തശ്ശൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു, നീ ചെയ്ത് തന്നെയാണ് ശരി മോനെ. ആരും ഇല്ലാത്തൊരു കുട്ടിക്ക് ഒരു സഹോദരന്റെ സ്ഥാനം നൽകി നിന്നെ കൊണ്ട് ചെയ്യാവുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നല്ലൊരു പ്രവൃത്തി തന്നെയാ. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു. സൂരജിന് വല്ലാത്ത ആശ്വാസം തോന്നി. അവന്റെ കണ്ണുകളും നിറഞ്ഞു. സൂരജ് മുത്തശ്ശന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിനോടായി പറഞ്ഞു, മുത്തശ്ശൻ എനിക്ക് എന്താണ് പറയേണ്ടത്? സന്തോഷം കൊണ്ട് സൂരജിന് മുത്തശ്ശനോടൊന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു. ഈ സമയം ഇതെല്ലാം കണ്ടിരുന്ന രുദ്രൻ തന്റെ സൂരജിന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി കണ്ടുകൊണ്ട് തന്നെ ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോയി. എന്തായാലും മോനെ, മോളെയും കൊണ്ട് അകത്തേക്ക് ചെല്ല. യാത്ര കഴിഞ്ഞ് വന്നല്ലേ, കുട്ടിയുടെ മുഖത്ത് ക്ഷീണം കാണുന്നുണ്ട്. ഒന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് കിടന്നുറങ്ങും. മിത്രയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു. സൂരജ് അവളെയും കൂട്ടി അകത്തേക്ക് കയറി. ഈ സമയം തറവാട്ടികളുടെ മുഖത്ത് പല പല ഭാവങ്ങളാണെന്ന് സൂരജിന് മനസ്സിലായി. പക്ഷെ അവനൊന്നും ശ്രദ്ധിക്കാതെ മിത്രയുടെ കൈ പിടിച്ച് നേരെ അകത്തേക്ക് കയറിപ്പോയി. നാശം പിടിക്കാൻ, എവിടെയൊക്കെ കിടക്കുന്ന ഒരു ദരിദ്രവാസി പെണ്ണിനെ തിരുവിതാംകൂർ കോവിലത്തേക്ക് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരിക്കുന്നു അനാഥച്ചക്കൻ. ശ്രീദേവി ദേഷ്യം കൊണ്ട് തന്റെ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് ആരോടുന്നില്ല സ്വയം പറഞ്ഞുകൊണ്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? മക്കളെല്ലാവരും ഒന്ന് വൈകുന്നേരം എത്തുന്നാ പറഞ്ഞ്. അവര് വരാതെ എനിക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അയ്യോ, സുധേട്ട അറിഞ്ഞിട്ടില്ലല്ലോ. അവൻ ആ സൂരജ് ഒരു പെണ്ണിനെ കൂടി ഇങ്ങോട്ട് കയറി വന്ന കാര്യം. ഞാൻ ആദ്യം ഏട്ടനൊന്ന് വിളിക്കട്ടെ. ഹലോ സുധേട്ട, ഇത് ഞാനാ ശ്രീദേവി. പിന്നീട് ശ്രീദേവി നേരത്തെ തറവാട്ടിൽ അരങ്ങേറിയ എല്ലാ കാര്യങ്ങളും സുദേവനോടായി പറഞ്ഞു. നിങ്ങൾ എന്തായിട്ടാ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? എവിടുന്നോ കയറി വന്നവൾക്ക് സൂരജിന്റെ സ്വത്തിൽ അവകാശം വന്നാലേ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയില്ലേ? ശ്രീദേവി അല്പം പരിഭ്രമത്തോടെ സുദേവനോട് ചോദിച്ചു. ഹലോ കേൾക്കുന്നുണ്ടോ? റേഞ്ച് പോയോ? ശ്രീദേവി ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് സ്വയം ചോദിച്ചു. ശ്രീദേവി. ഏട്ടാ പറ, ഞാൻ കേൾക്കുന്നുണ്ട്. നീ ഇങ്ങനെ വെറുതെ പരിഭ്രമിക്കേണ്ട. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ കൊട്ടാരത്തിലെത്തും. വൈഭവ് ഓൺ ദി വേ ആണെന്നാണ് കേട്ടത്. അവനും കൂടി ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. എടുത്തയാടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അറിയാലോ, സൂരജ് ഒരു IPS ഓഫീസറാണ്. അതുപോലെ തന്നെ അവനിൽ ഒരു രക്ഷാകവചം തീർത്ത് രുദ്രൻ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഒരടി മുന്നോട്ട് എടുത്തു വെക്കാൻ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതിന് മറുപടിയായി ശ്രീദേവ് എന്ന് മോളുക മാത്രമാണ് ചെയ്ത്. എന്നാ ഞാൻ വെക്കട്ടെ, എനിക്കിവിടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞാൻ രാത്രിയിൽ വിളിക്കാം. ശരിയേട്ടാ. ഈ സമയം ശ്രീദേവി മനസ്സിൽ പല കണക്കൂട്ടലുകളുമായിരുന്നു. ഒരു നിമിഷം രുദ്രന്റെ മുഖം മനസ്സിലേക്ക് വന്നു. ശ്രീദേവിയുടെ കണ്ണുകളിൽ പകയാളി. ഇതാണ് തൃക്കോട്ട് കോവിലകം. പേരും പ്രശസ്തിയും നിറഞ്ഞു നിൽക്കുന്ന ഈ കോവിലകത്തിന്റെ ഇപ്പോഴത്തെ കാരണവർ വലിയ മനസ്സ് ചിത്തിര തിരുനാൾ വാമദേവ വർമ്മയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കൗസല്യ അന്തർജനം. ഇവർക്ക് 4 മക്കളാണുള്ളത്. മഹാദേവ് വർമ്മ, ഭാര്യ സരസ്വതി, മകൻ രുദ്രദേവ് വർമ്മ. 2 രാജശേഖര വർമ്മ, ഭാര്യ ലളിതകുമാരി വർമ്മ, മകൻ സൂരജ്, മകൾ രുദ്രാത്മിക. രത്നവതി, ഭർത്താവ് കൃഷ്ണദേവ് വർമ്മ, മകൻ അഭിജിത്ത് വർമ്മ, മകൾ നന്ദന. 4 താരാവർമ്മ, ഭർത്താവ് ചന്ദ്രദാസ് വർമ്മ, മകൾ അശ്വതി, ചാന്ദിനി. 5 ശ്രീദേവി വർമ്മ, ഭർത്താവ് സുദേവ് വർമ്മ, മകൻ വൈഭവ്, മകൾ കല്യാണി. തനിക്കായി അനുവദിച്ചു നൽകിയ മുറിയിലിരുന്നുകൊണ്ട് എന്തൊക്കെയാ ആലോചിക്കായിരുന്ന മിത്ര പെട്ടെന്നാണ് ആരോ മുറിയിലേക്ക് കയറി വന്ന പോലെ അവൾക്ക് തോന്നിയത്. മിത്ര തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ. ഹായ് ചേച്ചി, ഞാൻ നന്ദന, രുദ്രേട്ടന്റെയും സൂര്യചേട്ടന്റെ ആദ്യത്തെ അപ്പച്ചിയുടെ മകളാ. എനിക്കൊരു ഏട്ടനും കൂടിയുണ്ട്. തന്നെ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്ന നന്ദനെ കണ്ടതും മിത്രയെ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. ചേച്ചി എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ചേച്ചിക്ക് ഫ്രഷ് ആവണ്ടേ? സൂര്യചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ മുറിയിൽ ചേച്ചിയുടെ ഡ്രസ് ഇരിപ്പുണ്ട്, ചേച്ചിയോട് അന്ന് വന്ന് എടുത്തോളാൻ. സൂര്യചേട്ടൻ കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോയതാ, അതാ എന്നോട് പറഞ്ഞു. ചേച്ചി പോയി എടുക്കോ? ഞാൻ സൂര്യചേട്ടന്റെ മുറി കയറുന്ന സൂര്യചേട്ടന് ഇഷ്ടമല്ല. അല്പം വിഷമത്തോടെ മുഖം കുനിച്ചുകൊണ്ട് നന്ദന എങ്ങനെ പറഞ്ഞതും മിത്ര അവളെ തന്റെ മുഖം ചുളിച്ചുകൊണ്ട് നന്ദനയെ നോക്കി. പെട്ടെന്ന് എന്തോർത്ത പോലെ നന്ദന മിത്രയോടായി പറഞ്ഞു. അത് പിന്നെ ഒന്നുമില്ല. പിന്നെ മുറിതാ അറ്റത്ത് കാണുന്ന ആദ്യത്തെ മുറിയാ. ചേച്ചി തനിച്ചു വേണ്ട, ഞാൻ വാതിന്റെ അടുത്ത് വരെ വരാം. അകത്ത് കയറി വേണ്ട ഡ്രസ്സ് എടുത്തോളൂ കേട്ടോ. ശരി. മിത്ര അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ടോ മിത്രക്ക് നന്ദനയോട് വല്ലാത്തൊരു അടുപ്പം തോന്നി. ചിലപ്പോൾ ആദ്യമായി കാണുന്ന തന്നോട് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയെ പോലെ സംസാരിക്കുന്നുണ്ടായിരിക്കുമെന്ന് അവൾ മനസ്സിൽ ഊഹിച്ചു. പെട്ടെന്നാണ് നന്ദനയുടെ മൊബൈൽ റിങ് ചെയ്തത്.
അയ്യോ ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ടാ, ലീവായതോട് സംശയം ചോദിക്കാൻ വിളിക്കുന്ന. ചേച്ചി ഒരു കാര്യം ചെയ്യും, മുറി കയറി ഡ്രസ്സ് എടുത്തോളൂ. അവിടേക്കൊന്നും ആരും വരില്ല. ഞാൻ ഈ ഫോൺ വിളി സംസാരിച്ചതിന് ശേഷം അവിടേക്ക് വരാം കേട്ടോ. നന്ദനെ താഴേക്ക് ഓടിക്കൊണ്ട് മിത്രയോടായി വിളിച്ചു പറഞ്ഞു. അല്ല അത് പിന്നെ മിത്ര നന്ദനയോട് എന്തോ പറയാൻ വന്നെങ്കിലും പക്ഷെ അവൾ താഴേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ട് മിത്ര പതിയെ സൂരജിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഇടനാഴിയിൽ നിന്നുകൊണ്ട് മിത്ര വലതുവശത്തുള്ള മുറിയിലേക്കും ഇടതുവശത്തുള്ള മുറിയിലേക്കും മാറി മാറി നോക്കി. എന്റെ തേവരെ, ആ കുട്ടി ഏത് മുറി എന്നോട് പറഞ്ഞു? ശ്രദ്ധിച്ചില്ലല്ലോ ഭഗവാനെ ഞാൻ. തന്റെ വലതു ഇടതുമായിട്ടുള്ള 2 മുറി നോക്കിക്കൊണ്ടു നിന്ന മിത്ര തന്റെ വലതുവശത്താണെന്ന മുറിയിലേക്ക് കയറി ചെന്നു. വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല ചെമ്പകപ്പൂവിന്റെ മണം ആ മുറിയാകെ സുഗന്ധം പരത്തുന്നുണ്ടായിരുന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് ആ സുഗന്ധം മിത്ര നാസികയിലേക്ക് വലിച്ചു കയറ്റി. ഒരു നിമിഷം അവളുടെ ശരീരം ഒന്ന് കുളിർന്നു. പെട്ടെന്നാണ് അവൾക്ക് ഡ്രസ്സിന്റെ കാര്യം ഓർമ്മ വന്നത്. മുന്നിൽ കാണുന്ന ഏത് ബോക്സിലായിരിക്കും സൂര്യചേട്ടൻ വാങ്ങി തന്ന ഡ്രസ്സ് ഉണ്ടാവുക? അത് മനസ്സിലാക്കാതെ മുന്നിൽ കാണുന്ന 4 ട്രോളി ബാഗിലേക്ക് തന്നെ നോക്കി നിന്നുപോയി മിത്ര. ഈ സമയമാണ് രുദ്രന് ടവൽ ധരിച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. തന്റെ മുറിയിൽ ഒരു പെൺകുട്ടി നിൽക്കുന്ന കണ്ട രുദ്രനാകെ വിറഞ്ഞു കയറി. അവൻ ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരൊറ്റ വലിയായിരുന്നു. പെട്ടെന്നുള്ള രുദ്രന്റെ വലിയൊരു അലർച്ചയിലും മിത്ര വിറച്ചുകൊണ്ട് 2 അടി പുറകോട്ട് മാളിപ്പോയി. ബാലൻസ് കിട്ടാതെ മിത്ര ബെഡിലേക്ക് മലർന്നടിച്ച് വീണുപോയി. അവളുടെ കൈകളിൽ പിടുത്തമിട്ടിരുന്ന രുദ്രന് അവളുടെ അപ്രതീക്ഷിതമായ വീഴ്ചയിൽ അവനും ബാലൻസ് കിട്ടിയില്ല. അവൻ അവളുടെ മേലേക്ക് വീണുപോയി. രുദ്രന്റെ ശരീരഭാരം താങ്ങാൻ സാധിക്കാതെ അറിയാതെ തന്നെ മിത്രയുടെ നാവിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. അവന്റെ ദൃഢമായ ശരീരം അവളുടെ ഇളമേനിയിലേക്ക് ഇടിച്ചു വീണത് മിത്രയ്ക്ക് തന്റെ ഇരുമാറുകളും വല്ലാതെ വേദനിച്ചു. ഈ സമയം രുദ്രനാകെ പകച്ചുപോയി. കാരണം ആദ്യമായി അറിയുന്ന പെൺശരീരത്തിന്റെ സ്പർശനത്തിൽ അവന്റെ ശരീരമൊന്ന് വിറച്ചുപോയി. മിത്ര ഭയം കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയില്ലെങ്കിലും അവന്റെ കഴുത്തിലായി കാണുന്ന സ്വർണ്ണച്ചേനിൽ കോർത്തിട്ടിരിക്കുന്ന രുദ്രാക്ഷവും അതിനോടൊപ്പമുള്ള സ്വർണത്തിന്റെ കുഞ്ഞു ത്രിശൂലത്തിന്റെ ലോക്കറ്റിലേക്കും മിത്ര അറിയാതെ നോക്കി നിന്നുപോയി. താൻ ഇതുവരെ കാണാത്ത എന്തോ ഒരു പ്രത്യേകത ആ ലോക്കറ്റിലുണ്ടെന്ന് അവൾ ആ സമയം മനസ്സിലാക്കുകയായിരുന്നു. ഈ സമയം രുദ്രന്റെ കണ്ണുകൾ മിത്രയുടെ മുഖമാകെ ഓടി അലയുകയായിരുന്നു. കുഞ്ഞു മുഖമാണ്, ചെറിയ കണ്ണുകൾ, പക്ഷെ കവിളുകൾ വല്ലാതെ തുടുത്തിരുന്നു. രുദ്രന്റെ കണ്ണുകൾ അവളുടെ ഇളർ റോസ് ചുണ്ടിൽ എത്തി നിന്നതും എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭൂതി അവന് വന്ന് പൊതിയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് രുദ്രൻ സ്വഭാവത്തിലേക്ക് വന്നു. അവൻ മിത്രയുടെ ശരീരത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അവളുടെ ഇടത് കൈയിലായി പിടിച്ചു വലിച്ച് നിലത്തേക്ക് നിർത്തി. രുദ്രന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ മിത്ര ഞെട്ടിപ്പോയി. താൻ ഇത്രയും നേരം അവനെ തള്ളി മാറ്റാതെ അവന്റെ ലോക്കറ്റിലേക്ക് തന്നെയായിരുന്നു നോക്കി നിന്ന് എന്ന കാര്യം അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. രുദ്രന്റെ അടുത്ത അലർച്ചയിൽ മിത്ര വിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്ക് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. തുടങ്ങിയവിടെ പൂങ്കണയിൽ നീ എന്തിനാടി കോപ്പേ എന്റെ മുറിയിലേക്ക് കയറി വന്ന്? രുദ്രൻ ചോദിച്ചതിന് മറുപടി പറയാതെ മിത്ര അപ്പോഴും കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ചോദിച്ചതിന് മറുപടി പറയടി പുലേ. അവന്റെ അടുത്ത അലർച്ചയിലൊന്നും ഞെട്ടിയെങ്കിലും കണ്ണുകൾ അടച്ചുകൊണ്ട് മിത്ര രുദ്രനോടായി പറഞ്ഞു. അത് പിന്നെ ഞാൻ നന്ദ എന്ന കുട്ടി പറഞ്ഞു എന്റെ ഡ്രസ്സെല്ലാം സൂര്യചേട്ടന്റെ മുറിയിലുണ്ടെന്ന്, അതെടുക്കാൻ വേണ്ടി വന്നതാ. കണ്ണുകൾ അടച്ചുകൊണ്ട് ഒറ്റ ശ്വാസത്തിന് വിക്കി വിക്കിയാണ് അവൾ അത്രയും പറഞ്ഞത്. മുന്നിൽ നിൽക്കുന്നവരിൽ നിന്ന് യാതൊരു പ്രതികരണമില്ലെന്ന് കണ്ട മിത്ര പതിയെ കണ്ണുകൾ തുറന്നു നോക്കിയും കണ്ടു തന്നെ കൂർപ്പിച്ച് നോക്കി ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന രുദ്രനെ. ഗെറ്റ് ഔട്ട്! മിത്രകാവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ആകെ എന്തോ പോലെയായി. അവൾ ഒന്നുകൂടി അവനോട് ചോദിച്ചു, ഐ സേ യു ഗെറ്റ് ഔട്ട്! കൈ ചൂണ്ടി പുറത്തേക്ക് കാണിച്ചുകൊണ്ട് രുദ്ര അലറിയത്. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ഉടുത്തിരുന്ന പട്ടുപാവട അല്പം ഉയർത്തിപ്പിടിച്ച് അവൾ ജീവനും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. മിത്ര പുറത്തേക്ക് ഇറങ്ങിയെന്ന് ചെന്നുപെട്ടത് സൂരജിന്റെ അടുത്തായിരുന്നു. രുദ്രന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മിത്രയുടെ അപ്പോഴത്തെ മുഖഭാവം കണ്ടത് ആ മുറിയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നതിനെ കുറിച്ചുള്ള ഏകദേശ രൂപം സൂരജിനെ കിട്ടിയിരുന്നു. നീ എന്തിനാ മോളെ ആ കാലിന്റെ മുറിയിലേക്ക് പോയത്? അത് പിന്നെ നന്ദ എന്ന കുട്ടി റൂമിൽ വന്ന് പറഞ്ഞു എന്റെ ഡ്രസ്സ് ഏട്ടന്റെ മുറിയിലുണ്ടെന്ന്. അത് എടുക്കാൻ വന്നപ്പോൾ മുറി മാറിപ്പോയതാ. അല്പം വിഷമത്തോടെ നിഷ്കളങ്കമായ മുഖത്തോടെ മിത്ര സൂരജിനോട് പറഞ്ഞു. സാരല്ല മോളെ, ഏട്ടനൂടെ വാ. സൂരജിന്റെ മുറിയിലേക്ക് കയറിയതും മിത്രയുടെ കണ്ണുകൾ വിടർന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു മുറിയായിരുന്നു അവന്റേത്. ബാൽക്കണിയോട് അറ്റാച്ച് ചെയ്ത മുറി വളരെ അടുക്കും ചിട്ടയോടും കൂടെ കാണപ്പെട്ടു. മിത്രയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സൂരജ് കബോർഡ് തുറന്നു. അതിലെ ഡ്രസ്സുകൾ കണ്ട് മിത്രയുടെ കണ്ണ് മിഴിഞ്ഞുപോയി. നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കണ്ട മോളെ, ഇതെല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. കുഞ്ഞില്ലാന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാറില്ല. പിന്നെ ഓഫീസിലെ സ്റ്റാഫുകളെല്ലാവരും ഓണത്തിന് വിഷുവിനൊക്കെ അവരുടെ ഫാമിലിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നും. അപ്പോൾ എൻ്റെ കുഞ്ഞിയുടെ മുഖം മനസ്സിൽ കരുതിക്കൊണ്ട് അവൾക്ക് വാങ്ങിക്കുന്ന ഡ്രസ്സുകളാണ് ഇതെല്ലാം.
അതിൽ നിന്ന് സൂരജിന് ഇഷ്ടപ്പെട്ട 4 ജോഡി ധാവണി സെറ്റ് എടുത്ത് സൂരജ് മിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇപ്പൊ മോളിത് പിടിക്കേ, പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കി നമുക്ക് ഇതിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ പുറത്തു പോയി വാങ്ങിക്കുകയോ ചെയ്യാം പോരെ. അതിന് മിത്രയൊന്ന് മൂളുക മാത്രമാണ് ചെയ്ത്. മുറിയിലെത്തിയതും ഫ്രഷായി കഴിഞ്ഞതും അവൾക്ക് അല്പം ആശ്വാസം തോന്നി. എന്തുകൊണ്ടോ താഴേക്ക് പോകാൻ ഒരു മടി തോന്നിയ മിത്ര ആ റൂമിൽ തന്നെ കഴിച്ചു കൂട്ടി. സൂരജ് വിളിച്ച പ്രകാരം അല്പം മടിയോടെയാണെങ്കിലും മിത്ര സൂരജിന്റെ കൂടെ ഉമ്മർത്തേക്ക് ചെന്നു. അവിടെ എല്ലാവരും അവൾ കണ്ടതും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ഈ സമയമാണ് അഭി അങ്ങോട്ടേക്ക് കയറി വന്ന് മിത്രയെ കണ്ടതും അവന്റെ കണ്ണുകളും തിളങ്ങി. പക്ഷേ അതാരും കണ്ടില്ലെന്ന് മാത്രം. സൂരജേട്ടന് വലിയ രാവിലെ വന്നു എന്ന് നന്ദന വിളിച്ചതിനോട് പറഞ്ഞു. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്നും. ഇതാണല്ലേ ആള്? അതേടാ അഭി, ഇതാന്റെ സഹോദരി മിത്ര. മിത്രയെ തന്റെ അടുക്കലേക്ക് ചേർത്തെത്തിക്കൊണ്ട് സൂരജ് അഭിമാനപൂർവ്വം പറഞ്ഞു. അതിന് അഭി മിത്രയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവളും വെറുതെ അവനെ നോക്കിയൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്ത്. ഈ സമയമെല്ലാം രുദ്രൻ ഇതിലൊന്നും ഉൾപ്പെടാതെ പുറത്തെ ചാരുപടിയിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. നന്ദന പതിയെ രുദ്രന്റെ അടുത്തേക്ക് ചെന്ന് അവനെ തോണ്ടി പിടിച്ചു. നന്ദനയാണെന്ന് കണ്ടത് രുദ്രൻ അവളെ നോക്കി ചെറിയൊരു പുഞ്ചിരി ചൊടിയിൽ വരുത്തിക്കൊണ്ട് ചോദിച്ചു. എന്താ വേണ്ടത്? അത് പിന്നെ ഞാൻ കിടന്നോട്ടെ വലിയേട്ടൻ്റെ അടുത്ത്. നന്ദന അങ്ങനെ പറഞ്ഞു. അത്യാവശ്യം വീതിയുള്ള ചാരുപടി ആയതിനാൽ തന്നെ രുദ്ര അല്പം നീങ്ങിക്കൊടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല പെണ്ണ് അവന്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് കയ്യും കാലം അവന്റെ മേലേക്ക് എടുത്തിട്ട് ആകാശത്തേക്ക് നോക്കി കിടക്കാൻ തുടങ്ങി. ഇതെല്ലാം തറവാട്ടിലുള്ളവരിൽ ചിലരിൽ സന്തോഷം ജനിപ്പിച്ചെങ്കിലും ചിലരുടെ മുഖത്ത് പുച്ഛഭാവമായിരുന്നു. രുദ്രൻ ആകെ മയത്തിൽ സംസാരിക്കുന്നത് നന്ദനയോട് മാത്രമാണ്. അതിൽ മറ്റുള്ള പെൺകുട്ടികൾക്ക് അവളോട് അല്പം കുശുമുണ്ടെന്ന് കൂട്ടിക്കോളൂ. അവൾ ചോദിക്കുന്നതിന് ക്ഷമയോട് അവൻ ഉത്തരം പറയുന്നതും കാണാം. സത്യത്തിൽ മിത്ര പോലും അവരുടെ വർത്താനവും സ്നേഹം കണ്ട് കണ്ണു വീഴ്ചപോയി. പെട്ടെന്നാണ് തറവാട്ടിലേക്ക് ഒരു കാർ വന്ന് നിന്ന് അതിൽ നിന്നിറങ്ങുന്ന പെൺകുട്ടികളെ കണ്ടതും അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ രുദ്രന്റെ മുഖം മാത്രം ഇരുണ്ടിരുന്നു. കാറിൽ നിറങ്ങിയവന്റെ കണ്ണുകളും മിത്രയിലെത്തിയതും ആ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കവും ഉണ്ടായിരുന്നു. പക്ഷേ ഇടതുവശത്തായി ഇരിക്കുന്ന രുദ്രനെ കണ്ടതും അവന്റെ കണ്ണുകളിൽ പകയാളി. അറിയാതെ തന്നെ അവന്റെ കൈ തന്റെ ഇടത് കവിലേക്ക് ചേർത്ത് വെച്ചതും ഒരു നിമിഷം പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നതും ദേഷ്യം കൊണ്ട് ഇരുവരും വിറക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ പെൺകുട്ടികളുടെ കണ്ണുകളും മിത്രയുടെ മേൽ തന്നെയായിരുന്നു. പക്ഷെ ആ കണ്ണുകളിൽ അവളെ കണ്ടപ്പോഴുള്ള ഭാവം എന്താണെന്ന് പാവം മിത്രക്ക് മനസ്സിലായില്ല. കാറിൽ നിന്നിറങ്ങിയൊരു അശ്വതിയെയും ചാന്ദിനിയെയും കണ്ടതും താരയുടെ മുഖമൊന്ന് വിടർന്നു. അതിനോടൊപ്പം തന്നെ ശ്രീദേവിക്ക് തന്റെ മകനെയും മകളെയും കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഈ സമയം താരയുടെ മക്കളായ അശ്വതിയും ചാന്ദിനിയും ശ്രീദേവിയുടെ മക്കളായ കല്യാണിയുടെയും മിഴികൾ പോയത് സൂരജിന്റെ അടുത്തായി നിൽക്കുന്ന മിത്രയുടെ മുഖത്തേക്കായിരുന്നു. യാതൊരു സമയങ്ങളുമില്ലാതെ കത്തിജ്വലിക്കുന്ന സൗന്ദര്യത്തോടെ സൂരജിന്റെ അടുത്ത് നിൽക്കുന്ന മിത്രയെ കണ്ടതും 3 പേർക്ക് അവളോട് വല്ലാത്ത അസൂയ തോന്നി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അശ്വതിക്ക് രുദ്രന്റെ മേലൊരു കണ്ണുണ്ട്, അതുപോലെ ചാന്ദിനിക്ക് അഭിജിത്തിന്റെ മേലും. താരയും ശ്രീദേവിയും പറഞ്ഞറിഞ്ഞ് ഇവർ 4 പേർ അറിഞ്ഞിരുന്നു സൂരജ് ഒരു പെൺകുട്ടിയെ മരിച്ചുപോയ അവന്റെ സഹോദരിയുടെ സ്ഥാനത്തേക്ക് ദത്തെടുത്ത കാര്യം. പക്ഷെ അവൾ ഇത്രയും സൗന്ദര്യമുള്ളവളായിരുന്നു എന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് മൂവർക്കും മനസ്സിലായത്. എന്താ മക്കളെ അവിടെ തന്നെ നിന്നറിഞ്ഞ്? എന്റെ മക്കൾ എത്ര ദൂരെന്നാ വരുന്നത്? കയറി വാ, അമ്മ നിങ്ങൾ കഴിക്കാൻ വേണ്ടി പല വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താര ഓടി വന്ന അശ്വതിയുടെ മുഖമൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. താങ്ക് യു അമ്മ, അല്ലെങ്കിൽ ഞങ്ങളിൽ അമ്മയുടെ ഭക്ഷണം വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി എന്തായാലും ഉത്സവമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അമ്മയുടെ പാചക പരീക്ഷണം തുടങ്ങിക്കോളും. കഴിക്കാൻ ഞങ്ങൾ റെഡിയാണ്, അല്ലേ ചാന്ദിനി? അതെന്ത് ചോദ്യ ചേച്ചി, ഞാൻ അമ്മയുടെ ഫുഡ് വല്ലാണ്ട് മിസ് ചെയ്തിരുന്നു. ഐ ലവ് യു അമ്മ. ഇതെല്ലാം കണ്ട് ശ്രീദേവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അശ്വതിയും ചാന്ദിനിയും വൈഭവും കല്യാണിയുമെല്ലാം തറവാട്ടിലേക്ക് കയറി ചെന്നു 4 പേരും മുത്തശ്ശന്റെ കാല് തൊട്ടു വണങ്ങി അനുഗ്രഹം വാങ്ങി. എന്റെ മക്കളെല്ലാവരും നന്നായിരിക്കട്ടെ. മുത്തശ്ശ മനസ്സറിഞ്ഞ് 4 പേരെ അനുഗ്രഹിച്ചു. സരസ്വതി അമ്മായി സുഖല്ലേ? അശ്വതി രുദ്രന്റെ അമ്മയോട് ചോദിച്ചു. സുഖായിരിക്കണു ചാന്ദിനി. അയ്യോ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു മക്കളെ. ഇതാണ് മിത്ര, നമ്മുടെ സൂരജിന്റെ സഹോദരിയാ. ഏത് സഹോദരി? ഇന്നലെ വരെ സൂര്യചേട്ടൻ അങ്ങനെ ഒരാളുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലല്ലോ. എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളെന്നും ഞങ്ങളുടെ സഹോദരിയായിട്ട് കാണാൻ ഞങ്ങൾക്കാവില്ല. ചാന്ദിനിയും കല്യാണിയും ഒരേ സ്വരത്തിൽ സരസ്വതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം മിത്രയുടെ മുഖം താണുപോയി. ഇത് കണ്ട സൂരജിനാകെ വിറഞ്ഞു കയറി.